കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിലെ മുസ്ലിം വിഭാഗത്തിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള നേതാവാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മതപണ്ഡിത സംഘടനയെ പുലർത്തിക്കൊണ്ടാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തൻ്റെ സ്വന്തം സംഘടന രൂപീകരിച്ചത്. അതിനെയാണ് കാന്തപുരം AP വിഭാഗം എന്ന് പറയുന്നത്. കാന്തപുരി AP വിഭാഗം കാലാകാലങ്ങളായി CPMനെ പിന്തുണയ്ക്കുന്നു എന്നാണ് പറയാറുള്ളത്. കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സമസ്ത മുസ്ലിം ലീഗിൻ്റെ ഒരു മതപണ്ഡിത സംഘടന പോലെയാണ് പ്രവർത്തിച്ചു വരുന്നത്. അവിടെ നിന്ന് പിളർന്നു പോകുന്നത് കൊണ്ടായിരിക്കണം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പൊതുവെ CPM പക്ഷത്താണ് നിലയുറപ്പിക്കാറുള്ളത്. അദ്ദേഹത്തിൻ്റെ പിന്തുണ പലപ്പോഴും CPMനാണ് പല തെരഞ്ഞെടുപ്പുകളിലും ലഭിക്കാറുള്ളത്. അദ്ദേഹത്തിൻ്റെ തന്നെ അടുത്ത ആളുകൾ പലപ്പോഴും CPM സ്വതന്ത്രരൊക്കെയായി നിയമസഭയിലേക്ക് വരെ മത്സരിച്ച് ജയിച്ചിട്ടുമുണ്ട്. എന്നാൽ കുറച്ചു കാലമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ CPMനോട് അകന്നു നിൽക്കുകയായിരുന്നു. പല കാരണങ്ങൾ കൊണ്ടാണത്. PV അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ RSSും CPM നേതൃത്വവുമായി അല്ലെങ്കിൽ പിണറായി വിജയനുമായി ഉണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ബന്ധങ്ങൾ, ഇവയെല്ലാം പൊതുവെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ CPMൽ നിന്നും പതിയെ അകറ്റിയിരുന്നു. പൊതുവെ കേരളത്തിലെ മുസ്ലിം ജനസാമാന്യത്തിനോട് അല്ലെങ്കിൽ മുസ്ലിം ജനസാമാന്യത്തിന് പിണറായി വിജയനോടും CPMനോടും ഒരു അകൽച്ചയുണ്ടെന്ന് കാന്തപുരം AP ഉസ്താദ് മനസ്സിലാക്കിയത് കൊണ്ടാകാം അദ്ദേഹം പതിയെ അവരിൽ നിന്നും അകലം പാലിച്ചത്. എന്നാൽ ഇപ്പോൾ കോൺഗ്രസിനെതിരെ കടുത്ത നിലപാടുമായി കാന്തപുരം AP വിഭാഗം രംഗത്തെത്തിയെന്നു മാത്രമല്ല CPMുമായി തങ്ങൾ വീണ്ടും അടുക്കുന്നു എന്നുള്ള സൂചനകൾ കാന്തപുരം AP വിഭാഗം നൽകിക്കഴിഞ്ഞു. പള്ളുരുത്തിയിലെ സെൻറ് റീത്താസ് ഹൈസ്കൂളിലെ തട്ടം വിവാദവുമായി അല്ലെങ്കിൽ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളാണ് കാന്തപുരം AP വിഭാഗത്തെ വീണ്ടും CPMനോട് അടുപ്പിച്ചത്. സെൻറ് റീത്താസ് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ കോൺഗ്രസിൻ്റെ MP, എറണാകുളം MP ഹൈബി ഈഡ അടക്കമുള്ളവർ സ്കൂൾ അധികൃതർക്കൊപ്പം നിൽക്കുകയാണ് ഉണ്ടായതെന്നും അവർ ഈ പെൺകുട്ടിക്കൊപ്പം ഹിജാബ് ഇടാനുള്ള അവകാശം നിഷേധിച്ചു എന്ന് പറയുന്ന പെൺകുട്ടിക്കും കുടുംബത്തിനും ഒപ്പം നിന്നില്ല എന്ന് മാത്രമല്ല, സ്കൂൾ അധികൃതർ നിർദ്ദേശിച്ച കാര്യങ്ങൾ, സ്കൂൾ മാനേജ്മെൻറ്റ് നിർദ്ദേശിച്ച കാര്യങ്ങൾ ഈ പെൺകുട്ടിയുടെയും കുടുംബത്തിൻ്റെയും മേത്ത് അടിച്ചേൽപ്പിക്കാൻ എറണാകുളത്തെ കോൺഗ്രസ് MP ശ്രമിച്ചു എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ തൻ്റെ മുഖപത്രമായ സിറാജിലൂടെ കാന്തപുരം AP വിഭാഗം ഉയർത്തിയിരിക്കുന്നത്. ഇത്രയും നാൾ ലീഗിനോടും UDFനോടുമൊക്കെ ചെറിയൊരു അടുപ്പം കാണിച്ച് കോൺഗ്രസ്സിന് അതുമൂലം ഒരു ശുഭപ്രതീക്ഷ ഉണ്ടായതായിരുന്നു. കാരണം അരിവാൾ സുന്നികൾ എന്ന് ലീഗുകാരാൽ വിളിക്കപ്പെടുന്ന കാന്തപുരം AP വിഭാഗം ഇതിനു മുമ്പൊക്കെ കൃത്യമായും CPM അനുകൂല നിലപാടുകൾ തന്നെയാണ് എടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ PV അൻവറിൻ്റെ പ്രശ്നം, MR അജിത് കുമാർ RSS ജനറൽ സെക്രട്ടറിയെ കണ്ടത്, CPMനും പിണറായി വിജയനും BJP നേതൃത്വത്തോട് ഉണ്ടെന്ന് പറയുന്ന ചായ്വ്, ഇതെല്ലാം വലിയ ആരോപണങ്ങളുമായി കേരളത്തിൽ തിളച്ചു നിന്നപ്പോൾ കാന്തപുരം വിഭാഗവും AP വിഭാഗം ഏറെക്കുറെ CPMനോട് വിട പറയുന്ന നിലയിലേക്ക് എത്തിച്ചേർന്നിരുന്നു. അങ്ങനെ അവർ UDFുമായി പതിയെ അടുക്കുകയും പല UDF നേതാക്കളും ലീഗ് നേതാക്കളുമൊക്കെ രഹസ്യമായി കാന്തപുരം ഉസ്താദിനെ പോയി കാണുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഈ തട്ടം വിവാദം അല്ലെങ്കിൽ ഹിജാബ് വിവാദം ഒരിക്കൽ കൂടി കാന്തപുരത്തെ CPMുമായി അടുപ്പിക്കുകയാണ്. ഇക്കാര്യത്തിൽ കോൺഗ്രസിനെതിരെ കടുത്ത നിലപാട് കാന്തപുരത്തിൻ്റെ മുഖപത്രമായ സിറാജ് എടുത്തതോടെ എന്താണ് അവരുടെ മനസ്സിലിരിപ്പെന്ന് വ്യക്തമായി കഴിഞ്ഞു. ഈ വിഷയത്തിൽ കൃത്യമായും കാന്തപുരം CPMനെയും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെയും പിണറായി വിജയനുമൊക്കെ പിന്തുണയ്ക്കുകയാണെന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ ഈ സിറാജിൻ്റെ മുഖപ്രസംഗ ലേഖനത്തിലൂടെ മനസ്സിലാകുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഒരിക്കൽ കൂടി CPMുമായി കൈകോർത്താൽ മലബാറിൽ കോൺഗ്രസിനും ലീഗിനും ഈ പറയുന്നത്ര എളുപ്പമായിരിക്കില്ല കാര്യങ്ങൾ. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വളരെ തന്ത്രപരമായി ഈ ഹിജാബ് വിഷയത്തിൽ CPMും ശിവൻകുട്ടിയും എല്ലാം ഇടപെട്ടത്. ശിവൻകുട്ടി, വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി എടുത്ത നിലപാടുകൾ മുസ്ലിം സമൂഹത്തിനിടയിൽ വലിയ മതിപ്പുണ്ടാക്കിയെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ലീഗിന് പോലും അത് അംഗീകരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. കാരണം ശിവൻകുട്ടി അങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ അത് പിണറായി വിജയൻ അറിയാതെ എടുക്കില്ലല്ലോ എന്ന് എല്ലാവർക്കും തന്നെ അറിയാം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഹിജാബ് വിഭാഗത്തിൽ അല്ലെങ്കിൽ ഹിജാബ് വിവാദത്തിൽ പെൺകുട്ടിയുടെയും കുടുംബത്തിൻ്റെയും ഒപ്പമാണ് സംസ്ഥാന സർക്കാരെന്നും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പെന്നും ശിവൻകുട്ടി പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസിൻ്റെ റോള് തന്നെ അവിടെ നഷ്ടപ്പെട്ടു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ മനസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കാന്തപുരം AP വിഭാഗം
ഇക്കാര്യത്തിൽ ഹിജാബ് വിവാദത്തിൽ കോൺഗ്രസിനെതിരെ തിരിഞ്ഞത്, ഹൈബി ഈഡനെതിരെ ഈ മുഖപ്രസംഗ ലേഖനം എഴുതിയത്, അതോടൊപ്പം തന്നെ സർക്കാരിനെ അനുകൂലിക്കുകയും ചെയ്തത്. കാന്തപുരം വിഭാഗം ഒരിക്കൽ കൂടി CPM-നുമായി കൈകോർത്താൽ, ഒരിക്കൽ കൂടി CPM-നോടൊപ്പം ശക്തമായി നിലയുറപ്പിച്ചാൽ, പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ മലബാർ മേഖലയിൽ, പ്രത്യേകിച്ച് കാന്തപുരത്തിൻ്റെ ശക്തിയുള്ള മേഖലയിൽ കോൺഗ്രസിനും UDF-നും കയറിപ്പോരുക അത്ര എളുപ്പമല്ല. ഇത് ആ പാർട്ടിക്ക് നന്നായി അറിയുകയും ചെയ്യാം. ഒരുപക്ഷെ ഇനി കാന്തപുരത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ചിന്താക്കുഴപ്പത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ്. കാരണം ഈ വിഷയത്തിൽ കാന്തപുരം കൃത്യമായി സർക്കാരിൻ്റെ കൂടെ നിന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പേ ഇത്തരമൊരു വിഷയം ഉണ്ടായതുപോലും സംശയാസ്പദമാണെന്ന് പല കോൺഗ്രസ് നേതാക്കളും പറയുന്നതും അതുകൊണ്ടാണ്. ഏതായാലും കാന്തപുരത്തിൻ്റെ പിന്തുണ ഒരിക്കൽ കൂടി നേടാൻ പിണറായി വിജയനും CPM-നും കഴിഞ്ഞത് ചില്ലറ കാര്യമല്ല. അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ കുറെ കൂടി ആത്മവിശ്വാസം അവർക്കുണ്ടാക്കും എന്നുള്ള കാര്യം